ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഫിസിക്കൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ 6th ഡേ നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കാനായിട്ട് ഇത് സഹായിക്കും. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവുലേഷൻ നടക്കാനും ഇംപ്ലാന്റേഷൻ നടക്കാനും പുരുഷന്മാരുടെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനും ഒക്കെ വേണ്ടിയിട്ട് എല്ലാവർക്കും എഫക്റ്റീവ് ആയിട്ടുള്ള ഒന്നാണ് ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നത്. ഈ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഫോക്കസ് ചെയ്യുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടോ ഫാറ്റ് ബേണിങ്ങിന് വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇത് ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഫെർട്ടിലിറ്റി പാർട്സ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി ഓർഗൻസ് ആയിട്ടുള്ള നമ്മുടെ സെർവിക്സ്, ഫലോപ്പിയൻ ട്യൂബ്, യൂട്രസ് അതുപോലുള്ള അവയവങ്ങളെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ടും അതിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചിട്ടും പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ചെയ്യുമ്പോഴേക്കും അവരുടെ വൃഷണത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവരുടെ ഓവറോൾ സെമന്റെ പെർഫോമൻസും ഗ്രോത്തും ഇൻക്രീസ് ചെയ്യുന്നതിനും ഹെൽത്തി ആയിട്ടുള്ള സെമന്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഫോക്കസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലുള്ള എക്സസൈസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത്. അത്രമാത്രം ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ. ഇതുപോലുള്ള എക്സസൈസുകളൊക്കെ ഫോളോ ചെയ്തിട്ട് ഇതിനോടകം ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ പ്രഗ്നന്റ് ആയിട്ടുണ്ട്. എന്തെങ്കിലും സംശയം നിങ്ങൾക്കുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ചാനലിൽ താഴെ സൈഡിലായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴേക്കും കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ പ്രസ് ചെയ്ത് കീഴ്പോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് സക്സസ് സ്റ്റോറീസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളെ ഒരുപാട് പേരെ പ്രഗ്നന്റ് ആകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്ന ഫെർട്ടിലിറ്റി എക്സസൈസ്. ഇതിന്റെ പേരാണ് വാരിയർ പോസ് 2 അല്ലെങ്കിൽ വീരഭദ്രാസന. നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീരഭദ്രാസനയെ പറ്റിയിട്ടുള്ള ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് യോഗ ഇൻസ്ട്രക്ടർമാർ ചെയ്യുന്ന ഒരു ട്യൂട്ടോറിയൽ വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതിന്റെ ലിങ്ക് എനിക്ക് നമ്മുടെ ചാനലിൽ കൊടുക്കാനായിട്ട് സാധിക്കില്ല. കാരണം മറ്റൊരാളുടെ വീഡിയോ ആണ് നമ്മൾ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഞാനിവിടെ ഇമേജ് കൊടുത്തേക്കാം. ഇമേജ് കൊടുത്ത പോലെയാണ് നിങ്ങൾ വീരഭദ്രാസന ചെയ്യേണ്ടത്. നമ്മുടെ 2 കൈകളും നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നീക്കി പിടിക്കുക. അതിനുശേഷം നമ്മുടെ ഒരു കാല് പയ്യെ മുട്ടുകുത്തിയിട്ട് തൊടയുടെ പോർഷൻ ഫ്രണ്ടിലോട്ട് ആയുന്ന രീതിക്കും ബാക്കിൽ നമ്മുടെ ലെഗ് ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുന്ന രീതിക്കുമാണ് വീരഭദ്രാസന ചെയ്യുന്നത്. ഈ ഇമേജ് ശ്രദ്ധിച്ചവർക്ക് അറിയായിരിക്കും, വീരഭദ്രാസന ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാല് നന്നായിട്ട് തന്നെ അകത്തി പിടിക്കുന്നുണ്ട്. ഇതിങ്ങനെ അകത്തി പിടിക്കുമ്പോഴേക്കും നമ്മുടെ ഹിപ്പിന്റെ ആ ഒരു പോർഷൻ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിലോട്ട് ഓവുലേഷൻ നടന്നതിന് ശേഷമുള്ള സമയത്തേക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ആ ഒരു ഫെർട്ടിലൈസേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിനും എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഇംപ്ലാന്റേഷൻ ഫെയിൽ ആകാതിരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് എംബ്രിയോയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ എളുപ്പത്തിൽ ഫെർട്ടിലൈസേഷൻ നടക്കാനും ഈ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. നമ്മുടെ ഇടുപ്പ് മാത്രമല്ല നമ്മുടെ സൈഡും സ്ട്രെച്ച് ആകുന്നു. അതോടെ നമ്മുടെ അബ്ഡോമനും സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ശരീരത്തിലെ സ്ട്രെച്ച് ആകുന്നതുകൊണ്ട് മാത്രമല്ല നമ്മുടെ ഓവറോൾ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വീരഭദ്രാസന ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. അതുപോലെ പല ആളുകൾക്കും, അതായത് സ്ത്രീകളുടെ കൂടപ്പറപ്പാണെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ബാക്ക് പെയിൻ. ഈ ബാക്ക് പെയിൻ പല ആളുകൾക്കും ഉണ്ടാകുന്നത് സർവ്വസാധാരണമാണ്. ഇതൊന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീരഭദ്രാസന ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നു. സാധാരണയായിട്ട് വീരഭദ്രാസന ചെയ്യുന്നത് നമ്മൾ ഭക്ഷണത്തിന് മുൻപുള്ള സമയത്തായിരിക്കും കുറേയും കൂടി നല്ലത്. കാരണം ഫുഡ് കഴിച്ചിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ ആയാസപ്പെട്ട എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആ വയറ് നീര് വീഴുകയോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എംപ്റ്റി സ്റ്റൊമക്കിൽ നിങ്ങൾ ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാല് നിങ്ങൾ അകത്തി പിടിക്കുന്ന സമയത്ത് ബ്രീത്ത് ഇന്നും ബ്രീത്ത് ഔട്ടും പ്രോപ്പറായിട്ട് നടക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കൈകൾ രണ്ടും 2 വശത്തേക്കും നീക്കി പിടിച്ചിട്ട് നിങ്ങൾ ആ പോസിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ഒരു കാല് നമ്മളൊരു 90 ഡിഗ്രിയിലായിരിക്കും വെക്കുന്നത്. കാല് കുത്തി നിർത്തിയിട്ട് തൊടയുടെ പോർഷനും നല്ലപോലെ നീട്ടിയായിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ആ ഒരു പോർഷനിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ശ്വാസോച്ഛ്വാസം കൃത്യമായിട്ട് നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഡീപ്ലി നിങ്ങൾ ഇൻഹെയിൽ ചെയ്ത് സ്ലോലി നിങ്ങൾ എക്സ്ഹെയിൽ ചെയ്യുക. അതായത് ശ്വാസം ഭയങ്കര സ്ലോ ആയിട്ട് ഉള്ളിലോട്ട് എടുത്ത് അതുപോലെ തന്നെ സ്ലോ ആയിട്ട് തന്നെ എക്സ്ഹെയിൽ ചെയ്യാനായിട്ടും ശ്വാസം പുറത്തേക്ക് വിടാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ.
ഈ ഒരു എക്സസൈസ് ചെയ്തിട്ട് നിങ്ങൾ സ്ഥായിയായിട്ട്, അതായത് ആ ഒരു പൊസിഷനിൽ തന്നെ നിൽക്കാതെ മുമ്പിലോട്ട് നിങ്ങൾ വെച്ച കാല് പയ്യെ ഒന്ന് അനക്കി കൊടുക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് കാല് കുത്തി വെച്ചിട്ട് മുൻപോട്ടേക്ക് ആഞ്ഞു, പുറകോട്ടേക്ക് നീങ്ങി, മുൻപോട്ട് ആഞ്ഞ്, പുറകോട്ട് നീങ്ങി, അങ്ങനെ നിങ്ങൾ എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ ഈ പറഞ്ഞതിനേക്കാളും എഫക്റ്റീവ് ആയിട്ട് ഒരു ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 15 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരു കാല് 5 മിനിറ്റ് നിങ്ങൾ ചെയ്യുക. അതിനുശേഷം പൊസിഷൻ മാറ്റിയിട്ട് അടുത്ത കാല് ഫ്രണ്ടിലോട്ട് വെച്ചിട്ട് 5 മിനിറ്റ് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തുടക്കത്തിൽ ഒരിക്കലും ആവേശം കൊണ്ട് 10 മിനിറ്റോ 15 മിനിറ്റോ നിങ്ങൾ ചെയ്യരുത്. കാരണം നമ്മുടെ മുട്ടുകാല് അതുപോലെ മടങ്ങി നിന്നിട്ട് നമ്മൾ അനങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു എക്സസൈസ് കഴിയുമ്പോൾ നമുക്ക് ലോവർ പോർഷനിൽ പെയിൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. കാരണം നമ്മുടെ ബോഡി അങ്ങനെയൊന്നും അനങ്ങിയിട്ടില്ലല്ലോ. എക്സസൈസ് ചെയ്യുന്നവർക്കൊക്കെ അങ്ങനെയുള്ള അറിയാം, അല്ലാത്തവർക്കൊന്നും ബോഡി അതുപോലെ മൂവ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് ബോഡി പെയിൻ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു ബോഡി പെയിനെ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത്രമാത്രം എഫക്റ്റീവ് ആണ് ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത്. അതിനുശേഷം 5 മിനിറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങളൊരു 10 മിനിറ്റ് ആക്കി ഇൻക്രീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ശരീരമായിട്ട് ആ ഒരു എക്സസൈസ് പൊരുത്തപ്പെടുന്നുണ്ടെങ്കിൽ 15 മിനിറ്റ്സ് ആക്കിയിട്ടും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. എം ടി സ്റ്റമക്കിൽ ചെയ്യുന്ന സമയത്ത് കുറേയും കൂടി എഫക്റ്റീവ് ആയിരിക്കും. ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായിട്ടും അത് സപ്പോർട്ട് ചെയ്യും. പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, ഓവുലേഷൻ സമയത്ത് കഴിഞ്ഞിട്ടുള്ള സമയത്ത് മാത്രം ചെയ്താൽ മതിയോ, അതിന് മുൻപത്തെ സമയത്ത് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമുണ്ടോ എന്ന് പലർക്കും സംശയം ഉണ്ടാകും. നിങ്ങൾക്ക് പീരീഡ്സ് കഴിഞ്ഞതിന് ശേഷമുള്ള സമയത്ത് ഈ ഒരു എക്സസൈസ് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ നടക്കുന്ന സമയത്താണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ബെറ്റർ ഓവുലേഷൻ നടക്കാനായിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. കാരണം നമ്മുടെ അണ്ഡാശയങ്ങളിലോട്ടും ഫലോപ്പിയൻ ട്യൂബിലോട്ടും ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് വഴി നിങ്ങളുടെ ആ ഒരു അണ്ടമെല്ലാം നന്നായിട്ട് മൂപ്പെത്തി പൊട്ടുന്നതിനും അതുപോലെ ഫലോപ്പിയൻ ട്യൂബിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുന്നതിനും സെർവിക്സിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ സെർവിക്കൽ മ്യൂക്കോസ് ഒക്കെ കൃത്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. പക്ഷേ പ്രോപ്പറായിട്ട് ഓവുലേഷൻ നടക്കുന്നവർക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ അല്ലാത്തവർക്ക് ഇത് ചെയ്യുന്നത് മസ്റ്റായിട്ടും നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അതിനുശേഷം ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ടുള്ള സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും പ്രഗ്നൻസി പോസിറ്റീവ് കിട്ടിയാലും ഈ ഒരു എക്സസൈസ് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. കാരണം ഗർഭസ്ഥ ശിശുവിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് നിങ്ങളെ സഹായിക്കും കേട്ടോ. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഈ ഒരു എക്സസൈസ് ചെയ്യാവുന്നതാണ്. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് പുരുഷന്മാരുടെ സെമന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും അതിന്റെ മൂവ്മെന്റ് കൂടുതൽ നന്നായിട്ട് നടക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. രണ്ടുപേരുടെ ഒരുമിച്ച് നല്ലതുപോലെ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസുകളെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ സെർച്ച് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഉണ്ട്. പ്ലേലിസ്റ്റിനകത്ത് ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് നിങ്ങൾ നോക്കുക. അതിൽ ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഒരുപാട് ലിസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ദിവസത്തിൽ 5-5 മിനിറ്റ് വീതം ഓരോ എക്സസൈസും ചെയ്യുന്നത് ഇംപ്ലാന്റേഷൻ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.